ഓക്കെ, വെൽക്കം ഗൈസ്. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഡ്രൈവർ അദ്ദേഹം 5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഒരു ടാങ്കർ ഇത് നിറയെ പെട്രോൾ വെച്ച് ഫില്ല് ചെയ്യും. കംപ്ലീറ്റ്ലി ഫിൽ പെട്രോൾ. ഒരു പ്രത്യേകം പറയുന്നുണ്ട്, ദാറ്റ് ഈസ് ടാങ്കർ ഇൻ ഫുൾ ഓഫ് പെട്രോൾ എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് പറയാം, ഇവിടെ ഇനീഷ്യൽ വോളിയം ഓഫ് ടാങ്കർ എന്ന് പറയുന്നതും ഇനീഷ്യൽ വോളിയം ഓഫ് പെട്രോൾ എന്ന് പറയുന്നതും രണ്ടും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഇനി അദ്ദേഹം ഈ ടാങ്കറുമായി നേരെ പോകുന്നത് 45 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള സ്ഥലത്തേക്കാണ്. അപ്പോൾ നോക്കിയാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? തെർമൽ എക്സ്പാൻഷൻ സംഭവിക്കും. പെട്രോളും അതുപോലെ തന്നെ ടാങ്കറും എക്സ്പാൻഡ് ചെയ്യും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്വസ്റ്റ്യൻ പ്രകാരം ദ ഗാമ ഓഫ് പെട്രോൾ ഈസ് ഗ്രേറ്റർ ദാൻ ഗാമ ഓഫ് ടാങ്കർ. അങ്ങനെയാണെങ്കിൽ പെട്രോളായിരിക്കും ടാങ്കറിനേക്കാളും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇനീഷ്യലി അല്ലെങ്കിൽ പെട്രോൾ ഈസ് കംപ്ലീറ്റ്ലി ഫിൽ വിത്ത് ടാങ്കർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെട്രോൾ ടാങ്കറിനേക്കാളും കൂടുതൽ എക്സ്പാൻഡ് ചെയ്താൽ പെട്രോൾ വിൽ ഓവർഫ്ലോ. ആ ഓവർഫ്ലോ ചെയ്തു പോകുന്ന വോളിയം എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ദ വോളിയം ഓഫ് പെട്രോൾ ഓവർഫ്ലോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഫൈനൽ വോളിയം ഓഫ് പെട്രോൾ മൈനസ് ഫൈനൽ വോളിയം ഓഫ് ടാങ്കർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ഫൈനൽ വോളിയം ഓഫ് പെട്രോൾ ആണ്. അതിന് ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് ഫൈനൽ വോളിയം എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോളിയം, അയാളെ ഞാൻ V0 എന്ന് എഴുതുന്നു, +1 പ്ലസ് ഗാമ ഓഫ് പെട്രോൾ ഇൻറ്റു ഡെൽറ്റ ടി, അല്ലെങ്കിൽ ഫൈനൽ വോളിയം ഈക്വൽസ് V0 ഇൻറ്റു ഗാമ ഓഫ് പെട്രോൾ ദാറ്റ് ഈസ് 1.8 ഇൻറ്റു 10⁻⁻⁶. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 45 - 5 ദാറ്റ് ഈസ് 40. ഇനി ഈ V0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോളിയമാണ്. ഇവിടെ പറയുന്നത് 10,000 ലിറ്റർ ഓഫ് പെട്രോളാണ് ഇരിക്കുന്നത്. ഇനീഷ്യൽ വോളിയം എന്ന് പറഞ്ഞാൽ അത് എത്ര വരും? 10,000. ഇനി അതുപോലെ തന്നെ ദ ഫൈനൽ വോളിയം ഓഫ് ടാങ്കർ എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം. ദ ഫൈനൽ വോളിയം ഓഫ് ടാങ്കർ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോളിയം V0 ഇൻറ്റു 1 പ്ലസ് ഗാമ ഓഫ് ടാങ്കർ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് ഫൈനൽ വോളിയം ഓവർഫ്ലോ ചെയ്ത വോളിയം കണ്ടുപിടിക്കാൻ ഡെൽറ്റ വി ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ ഫൈനൽ വോളിയം ഓഫ് പെട്രോൾ മൈനസ് ഫൈനൽ വോളിയം ഓഫ് ദി ടാങ്കർ. ഫൈനൽ വോളിയം ഓഫ് പെട്രോൾ എന്ന് പറഞ്ഞാൽ V0 ഇൻറ്റു 1 പ്ലസ് ഗാമ ഓഫ് പെട്രോൾ ഇൻറ്റു ഡെൽറ്റ ടി മൈനസ് ഫൈനൽ വോളിയം ഓഫ് ടാങ്കർ എന്ന് പറഞ്ഞാൽ V0 ഇൻറ്റു 1 പ്ലസ് ഗാമ ഓഫ് ടാങ്കർ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. നമുക്ക് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് V0 പ്ലസ് V0 ഗാമ ഡെൽറ്റ ടി മൈനസ് V0 മൈനസ് V0 ഗാമ ടി ഓഫ് ഗാമ ഓഫ് ടി ടാങ്കർ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് വരും. ഇതിൽ ഈ പ്ലസ് V0 മൈനസ് V0 ക്യാൻസൽ ചെയ്താൽ ഫൈനൽ ആൻസർ വരുന്നത് V0 ഗാമ ഓഫ് പെട്രോൾ ഇൻറ്റു ഡെൽറ്റ ടി മൈനസ് V0 ഗാമ ഓഫ് ടാങ്കർ ഇൻറ്റു ഡെൽറ്റ ടി എന്നായിരിക്കും വരാം. ഇതിൽ V0 ഡെൽറ്റ ടി കോമൺ ആണ്, അയാൾ പുറത്തേക്ക് എടുത്താൽ V0 ഡെൽറ്റ ടി ഇൻറ്റു ഗാമ ഓഫ് പെട്രോൾ മൈനസ് ഗാമ ഓഫ് ടാങ്കർ എന്ന് വരും. V0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോളിയം ഞാൻ ഓൾറെഡി പറഞ്ഞു 10,000 ലിറ്റർ ഓഫ് പെട്രോളാണ് ആദ്യം അടിക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ വോളിയം എന്ന് പറഞ്ഞാൽ ടാങ്കറിൻ്റെയും പെട്രോളിൻ്റെയും സെയിം തന്നെയാണ്, ദാറ്റ് ഈസ് 10,000. ഇനി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 5 നിന്നും 45 പോകുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 45 - 5. ഇനി ഗാമ ഓഫ് പെട്രോൾ 1.8 ഇൻറ്റു 10⁻⁻⁶ മൈനസ് ഗാമ ഓഫ് ടാങ്കർ 1.1 ഇൻറ്റു 10⁻⁻⁶. ഓക്കെ, സോറി -6 അല്ല -5 ആണ് വരേണ്ടത്. -10⁻⁻⁵. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം. ഇറ്റ് ഈസ് 10,000 ഇൻറ്റു 40 ഇൻറ്റു 0.7 ഇൻറ്റു 10⁻⁻⁵, അല്ലെങ്കിൽ 4 ഇൻറ്റു 10⁵ ഇൻറ്റു 0.7 ഇൻറ്റു 10⁻⁵. ഇത് ക്യാൻസൽ ചെയ്താൽ
4 into 0.7 that is 2.8 ലിറ്റർ. ഇത്ര ലിറ്റർ ഓഫ് പെട്രോൾ ആയിരിക്കും എന്ത് ചെയ്യുക, ഓഫർ ചെയ്ത് പോയിട്ടുണ്ടാവുക. ഓക്കെ, താങ്ക് യു.